Hello students, welcome to X and Y Learning. IOQM 2021 previous year questions ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7th ക്വസ്റ്റ്യനിലേക്ക് പോകാം. Let ABC be a triangle with AB equal to AC, D be a point on segment BC such that BD equal to 48 1 by 60, DC equal to 61, E be a point on AD such that C is perpendicular to AD, D equal to 11, find AE. ട്രയാങ്കിൾസിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഡയറക്റ്റ് ആയിട്ട് ഫിഗർ വരയ്ക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. എ ബി സി ഡി ഇ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ ബിയും എ സിയും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എ ബി ഈക്വൽ ടു എ സി ഈക്വൽ ടു എ. പിന്നെ അതുപോലെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ബി ഡിയുടെ ലെങ്ത്തും തന്നിട്ടുണ്ട്, ഡി സിയുടെ ലെങ്ത്തും തന്നിട്ടുണ്ട്. ബി ഡിയുടെ ലെങ്ത്ത് 48 1 by 61 ആണെന്ന് തന്നിട്ടുണ്ട്. ഡി സിയുടെ ലെങ്ത്ത് 61 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ ഡി സി ഈസ് പെർപെൻഡിക്കുലർ ടു എ ഡി എന്ന് തന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു ആംഗിൾ 90 ആണ്. അവസാനമായിട്ട് ഡിയുടെ ലെങ്ത്തും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 11. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ചെറിയ റൈറ്റ് ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ എ ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഫോർ നൗ നമ്മൾ എ ബി എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് വെറുതെ പൈതഗോറസ് തിയറം അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പോകണം. ഇ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 61 സ്ക്വയർ മൈനസ് 11 സ്ക്വയർ. ഓക്കെ ആണല്ലോ. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. 61 സ്ക്വയർ മൈനസ് 11 സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇതിനെ 2 ഇൻറ്റു 36 ഇൻറ്റു 50 എന്ന് റീറൈറ്റ് ചെയ്തിക്കൂടെ. ഓക്കെ, 72നെ 2 ഇൻറ്റു 36 എന്നാക്കുന്നു. 2ഉം 50യും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 100 ഇൻറ്റു 36, 10 സ്ക്വയർ ഇൻറ്റു 6 സ്ക്വയർ 60 സ്ക്വയർ. സി സ്ക്വയർ കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി ഈ ഒരു ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചെറിയ ട്രയാങ്കിൾ നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്നത് അതിന് മേലെയുള്ള ഈ വലിയൊരു ട്രയാങ്കിൾ എ ഇ സി കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത അതേപോലെ തന്നെ സെയിം പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് 60 സ്ക്വയർ. ഓക്കെ ആണല്ലോ. എ സി ആണ് ഹൈപ്പോട്ടന്യൂസ്, അതായത് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് ഇ സി സ്ക്വയർ 60 സ്ക്വയർ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ഇക്വേഷൻ 1 ആണ്. ഇത് ഇക്വേഷൻ 1. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മളൊരു പ്രോപ്പർട്ടി, ട്രയാങ്കിൾസിൻ്റെ ഒരു പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ആ പ്രോപ്പർട്ടി ഞാനൊന്ന് റീഫ്രഷ് ചെയ്യാൻ പോവാണ്. ഓൾറെഡി നിങ്ങൾക്ക് പലർക്കും അറിഞ്ഞിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പോവാം. ഈ പ്രോപ്പർട്ടി ഒരു പേരുണ്ട്. പ്രോപ്പർട്ടിയുടെ പേരാണ് സ്റ്റുവാർട്ട്സ് തിയറം. ഓക്കെ, ഈ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? എ ബി സി ഒരു ട്രയാങ്കിൾ ആണ്. എ എന്ന വെർട്ടെക്സിൽ നിന്ന് ബി സിയിലേക്ക് വരച്ചിട്ടുള്ള ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ് എ ഡി. അങ്ങനെയാണെങ്കിൽ എ ബി സ്ക്വയർ ഇൻറ്റു ഡി സി പ്ലസ് എ സി സ്ക്വയർ ഇൻറ്റു ബി ഡി വിച്ച് ഈസ് ഈക്വൽ ടു ബി സി ഇൻറ്റു എ ഡി സ്ക്വയർ പ്ലസ് ബി ഡി ഇൻറ്റു ഡി സി. ഇതാണ് സ്റ്റുവാർട്ട്സ് തിയറം. ഒന്നുകൂടെ പറയാം. എ ബി സ്ക്വയർ ഇൻറ്റു ഡി സി പ്ലസ് എ സി സ്ക്വയർ ഇൻറ്റു ബി ഡി ഈസ് ഈക്വൽ ടു ബി സി ഇൻറ്റു എ ഡി സ്ക്വയർ പ്ലസ് ബി ഡി ഇൻറ്റു ഡി സി. ആണല്ലോ. സെയിം തിയറാണ് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്.
ഓക്കെ, ഇതാണ് നമ്മുടെ എ ബി സി ട്രയാങ്കിൾ. ഇത് എ ഡി. അങ്ങനെയാണെങ്കിൽ എ ബി സ്ക്വയർ ഇൻറ്റു ഡി സി, എ ബി സ്ക്വയർ എ സ്ക്വയർ ഇൻറ്റു ഡി സി 61, എ സ്ക്വയർ ഇൻറ്റു 61 പ്ലസ് എ സി സ്ക്വയർ ഇൻറ്റു പി ഡി, എ സി സ്ക്വയർ ഇൻറ്റു പി ഡി. ഓക്കെ ആണല്ലോ. അതെന്തിന് ഈക്വൽ ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്? പി സി സ്ക്വയർ ബി സി ഇൻറ്റു എ ഡി സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ഡി സി. ബി സി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ മൊത്തമുള്ള ലെങ്ത് ആണ്. അതുപോലെ തന്നെ എ ഡി എന്ന് പറഞ്ഞത് ബി പ്ലസ് 11 എ ഇ പ്ലസ് ഇ ഡി, വിച്ച് ഈസ് ഈക്വൽ ടു ബി സി. ബി സി എന്ന് പറഞ്ഞത് 61 പ്ലസ് 48 1/60. ഓക്കെ ആണല്ലോ. ബി സി എന്ന് പറഞ്ഞിട്ടുള്ളത് 61 പ്ലസ് 48 1/60 ഓക്കെ ആണല്ലോ. ഇൻറ്റു എ ഡി സ്ക്വയർ, എ ഡി സ്ക്വയർ എന്ന് പറഞ്ഞത് ബി പ്ലസ് 11 ബി പ്ലസ് 11 ദി ഹോൾ സ്ക്വയർ പ്ലസ് ബി ഡി ഇൻറ്റു ഡി സി, ബി ഡി ഇൻറ്റു ഡി സി പ്ലസ് 48 1/61 പ്ലസ് 61. ഓക്കെ ആണല്ലോ. യോർട്സ് തിയറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഒരു എ സ്ക്വയറും ഇവിടെ ഒരു എ സ്ക്വയറും കോമൺ ആയിട്ടുണ്ട്. സോ അത് നമ്മൾ കോമൺ ആയിട്ട് എഴുതി 61 പ്ലസ് 48 1/61. ഓക്കെ, ഇനി നോക്ക് ഇത് അതുപോലെ തന്നെ താഴേക്ക് എടുത്ത് എഴുതി. ഓക്കെ, ബി പ്ലസ് 11 ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇനി നോക്ക് 48 1/61 എന്നുള്ളതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. സോറി, ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇതിന് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെ രൂപത്തിൽ തിരിച്ചെഴുതാൻ പോവാണ്. 48 ഇൻറ്റു 61 പ്ലസ് 1/60. ഓക്കെ ആണല്ലോ. ഇൻറ്റു 61. ഓക്കെ ആണല്ലോ. അതായത് ഈ മിക്സഡ് ഫ്രാക്ഷനെ 48 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 48 ഇൻറ്റു 61 പ്ലസ് 1/61 എന്നുള്ള ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി കോമൺ ആയിട്ട് കുറച്ച് ടേംസ് ഉണ്ട്, അത് ക്യാൻസൽ ചെയ്തോളൂ. ഇവിടെ നോക്ക്, 61 പ്ലസ് 48 1/61 61 പ്ലസ് 1/48 റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും കോമൺ ആയിട്ടുണ്ട്. സോ ഈ രണ്ട് ടേം കട്ട് ചെയ്ത് പോകും. അതുപോലെ ഈ 61 ഈ 61 ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അതുപോലെ തന്നെ എ സ്ക്വയർ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, ബി സ്ക്വയർ പ്ലസ് 60 സ്ക്വയർ. ഓക്കെ, അത് ഇവിടെ അപ്ലൈ ചെയ്താൽ എ സ്ക്വയറിന് പകരം ബി സ്ക്വയർ പ്ലസ് 60 സ്ക്വയർ. ഈ ടേം ക്യാൻസൽ ചെയ്തു പോയി. ഇനി ബി പ്ലസ് 11 ഹോൾ സ്ക്വയറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പോവാണ്. ബി സ്ക്വയർ പ്ലസ് 11 സ്ക്വയർ പ്ലസ് 20 ബി എ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, 48 ഇൻറ്റു 61 പ്ലസ് 1 ആണല്ലോ. വീണ്ടും ബി സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി 22b ഒഴിച്ച് ബാക്കി എല്ലാ ടൈംസിനെയും ഈ സൈഡിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ആണല്ലോ. 60 സ്ക്വയർ, ആദ്യം നമ്മൾ 60 സ്ക്വയറിനെ എടുത്ത് -1 നമുക്ക് -1 സ്ക്വയർ എന്ന് എഴുതാം. നെക്സ്റ്റ് ഒരു 11 സ്ക്വയർ -48 ഇൻറ്റു 61 ഈക്വൽ ടു 22b. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ -1 ഹോൾ സ്ക്വയർ -1 സ്ക്വയർ എന്ന് എഴുതിയിട്ടുള്ളത്? അപ്പോൾ അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലായി. അത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാക്കി എഴുതാം. 11 സ്ക്വയർ ഉണ്ട്, -48 ഇൻറ്റു 61 ഉണ്ട്, 22b. ഓക്കെ ആണല്ലോ. ഇനി നോക്കാം
ഇവിടെ ഒരു 61 ഉണ്ട്, ഇവിടെ ഒരു 61 ഉണ്ട്. 61 കോമൺ ആയിട്ട് എടുക്കാൻ പോവാണ്. 61 ഇൻറ്റു 59 മൈനസ് 48. 59 മൈനസ് 48 മൈനസ് 11 സ്ക്വയർ ഇസ് ഈക്വൽ ടു 22b. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നോക്ക്, 59 മൈനസ് 48 11 ആണ്. ഇവിടെ 11 ഉണ്ട്, ഈ 22ലും ഒരു 11 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ടേമും ഇതിലൊരു 11ഉം ക്യാൻസൽ ചെയ്ത് പോവും. 22ൽ 2 11 ഉണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പം എന്തായി, ബാക്കി വരുന്ന ടേംസിനെ നമ്മൾ അപ്പുറത്തെ പേജിൽ, നെക്സ്റ്റ് പേജിൽ എഴുതാൻ പോവാണ്. 61 മൈനസ് 11 ഈക്വൽ ടു 2b, 2b ഈക്വൽ ടു 50, b ഈക്വൽ ടു 25. ഓക്കെ, നമ്മളെടുത്ത് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ബി ആയിരുന്നു. ബിയുടെ ആൻസർ 25 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.